ഉസ്താദെ, ഒരുപാട് ദിക്റുകളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ ചൊല്ലണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സമയം കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ സങ്കടം പറയുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് കേട്ടോ. ഞാൻ പറയട്ടെ, വളരെ ചെറിയൊരു ദിക്ർ, 4 വാക്യങ്ങളേ അതിലുള്ളൂ. 3 തവണ നിങ്ങൾ ചൊല്ലിയാൽ കോടാനുകൂടി ദിക്റുകൾ ചൊല്ലുന്നതിൻ്റെ പ്രതിഫലം ആ ഒരൊറ്റ നിമിഷം കൊണ്ട് നിങ്ങൾക്ക് കിട്ടും. അതുമാത്രമല്ല, ഇതിൻ്റെ ബോധ്യം അറിഞ്ഞ് നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ 24 മണിക്കൂർ വേണ്ട, 24 മണിക്കൂർ വേണ്ടാന്നേ നിങ്ങളുടെ ടെൻഷൻ അള്ളാഹു മാറ്റിത്തരും. 1 മണിക്കൂർ വേണ്ട. ഞാൻ ഈ പറയുന്ന ബോധ്യത്തിൽ നിങ്ങൾ ചൊല്ലിയാൽ അള്ളാഹു നിങ്ങളുടെ ടെൻഷൻ മാറ്റിത്തരും. അവനെ കൊണ്ടല്ലേ ടെൻഷൻ മാറ്റാൻ പറ്റുക? നമ്മൾ എന്തെല്ലാം സോങ് കേട്ടാലും ആരൊക്കെ നമ്മുടെ കൂടെ വർത്തമാനം പറഞ്ഞാലും നമ്മുടെ ടെൻഷൻ മാറണമെങ്കിൽ അള്ളാഹു തന്നെ വിചാരിക്കണം, വേണ്ടേ? അപ്പോൾ നമുക്ക് ആ അത്ഭുത ദിക്ർ ഏതാണെന്നൊന്ന് പഠിച്ചാലോ? നിങ്ങൾ റെഡിയല്ലേ? പിന്നെ ഈ ആഴ്ച 3000 രൂപ ആർക്കാണ് സമ്മാനമായി കിട്ടുക എന്ന് നമുക്കറിയണ്ടേ? വിജയിയെ തിരഞ്ഞെടുക്കണ്ടേ? ഇന്ന് തിരഞ്ഞെടുക്കണം. അതുമാത്രമല്ല, 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന അടുത്ത ആഴ്ചത്തെ വിജയിയെ തിരഞ്ഞെടുക്കാനുള്ള ചോദ്യം ഒന്ന് ചോദിക്കണം, അല്ലേ? ഏതായാലും അല്ലാഹു റബ്ബുൽ ആലമീൻ നന്നായി പഠിക്കാനും ഉൾക്കൊള്ളാനും അന്വർത്ഥമാക്കാനും മറ്റുള്ളവരിലേക്കൊക്കെ പങ്കുവെക്കാനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താണ് വിശേഷമൊക്കെ? സുഖമല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ പറഞ്ഞേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ വെള്ളിയാഴ്ച രാവാണ് കടന്നു വരുന്നത്, അതും ദുൽഹജ്ജിലെ വെള്ളിയാഴ്ച രാവാണ്. വെള്ളിയാഴ്ച രാവ് എന്ന് പറയുമ്പോൾ വ്യാഴാഴ്ച ദിവസത്തിൻ്റെ ആ ഒരു പകൽ പോലും എത്രമേൽ മഹത്തരാണ്, അല്ലേ? ആ പകൽ സമയത്താണ് സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെടുന്നത്, നമ്മുടെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത്. ഒരുപാട് ആളുകളൊക്കെ നോമ്പ് പിടിച്ചിട്ടാണ് നമ്മുടെ സ്വഭാവത്തിലിരിക്കുന്നത്. അള്ളാഹു അതെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. സൂറത്തുൽ കഹ്ഫ് ഇന്ന് വൈകിട്ട് ഓതാൻ മറക്കരുത്. ഇന്നേ ഓതി വെക്കുകയാണെങ്കിൽ നാളെ ചിലപ്പോൾ നമ്മൾ തിരക്കൊണ്ട് മറന്നുപോകില്ല, അല്ലേ? അല്ലെങ്കിൽ ഇന്ന് ഓതി തുടങ്ങാം. അതുപോലെ സ്വലാത്തുകൾ അധികരിപ്പിക്കുക, ഇസ്തിഗ്ഫാർ കൊണ്ട് ഖൽബ് അള്ളാഹുവിലേക്ക് തിരിക്കുക, അല്ലേ? അങ്ങനെയൊക്കെ ഈ വെള്ളിയാഴ്ച രാവും അതുപോലെ തന്നെ വെള്ളിയാഴ്ചയുടെ പകലും ഒക്കെ ഭംഗിയാക്കി എടുത്താൽ അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മളെ കൈവിടില്ലല്ലോ. അള്ളാഹു വല്ലാത്തൊരു മഹത്വം തന്ന് നമ്മെ ആദരിക്കുമെന്നത് ഉറപ്പാണ്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഉസ്താദേ, ഒരുപാട് ദിക്റുകൾ ചൊല്ലണം എന്നൊക്കെ ഭയങ്കര കൊതിയുണ്ട്, പക്ഷെ ഒന്നിന് സമയം കിട്ടണില്ല എന്നേ. എന്തെങ്കിലുമൊക്കെ ഒരു ഒറ്റ ദിക്റുണ്ടോ? കുറച്ച് ചൊല്ലിയാൽ എല്ലാം കിട്ടുന്ന പോലെ? എടാ, അങ്ങനൊരു ദിക്റുണ്ട്. അതായത് ഒന്നിനും നമുക്ക് സമയമില്ല, വെറും 3 തവണ ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിയാൽ കോടിക്കണക്കിന്, കയ്യും കണക്കൂലാത്തത്ര ദിക്റുകളും അതുപോലെ അദ്കാറുകളൊക്കെ ചൊല്ലിയതിൻ്റെ മഹത്വം ഒരു മിനിറ്റ് വേണ്ടാന്നേ, 1 മിനിറ്റ് വേണ്ട. പക്ഷേ ഞാൻ ഈ പറയുന്ന ബോധ്യത്തിൽ ചൊല്ലണം. അങ്ങനെ ചൊല്ലിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന മഹത്വങ്ങൾ എന്തൊക്കെയാണ്, പ്രതിഫലങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് പഠിക്കണം. ഏത് സമയത്ത് എങ്ങനെ ചൊല്ലണം അതും ക്ലിയറായിട്ട് പഠിക്കണം. 3 തവണയെന്ന് മാത്രം പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല, എങ്ങനെ ചൊല്ലണം എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് പഠിക്കണം. തയ്യാറല്ലേ? ആദ്യം തന്നെ ആ ദിക്ർ ഏതാണെന്ന് നമുക്ക് പരിചയപ്പെടാം. റെഡിയല്ലേ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുബഹിസ്കരിക്കാൻ പോയി. സുബഹിസ്കാരമൊക്കെ കഴിയുമ്പോഴും ജുവൈരിയ ബീവി റളിയല്ലാഹു അൻഹ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണ്, അല്ലേ? ജുവൈരിയ ബീവി അവിടെ ഇരുന്ന് സുബഹിസ്കാരം കണ്ട് ദിക്റിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ കണ്ട് അവിടുന്ന് പോയി. അങ്ങനെ ളുഹാ നിസ്കാര സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോഴും ജുവൈരിയ ബീവി അവിടെ തന്നെയാണ്. അല്ല ജുവൈരിയ, സുബ്ഹി കഴിഞ്ഞിട്ടുള്ള ഇരുത്തം തന്നെയാണോ അത്? അതെ യാ റസൂലല്ലാഹ്, ആ ഇരുത്തം തന്നെയാണ്, അതൊരു മാറ്റം അതിലില്ല, അല്ലേ? ഏതായാലും ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, നിനക്ക് ശേഷം 4 വാക്കുകളെ ഞാൻ പറഞ്ഞുള്ളൂ. അതായത് നീ ഇത്രയും ദിക്ർ ചൊല്ലിയല്ലോ, ഈ നേരം കൊണ്ട് ഞാൻ 4 വാക്കേ പറഞ്ഞുള്ളൂ, ഒരു 3 തവണ പറഞ്ഞു. നീ ഇത്ര നേരം ചൊല്ലിയതിനേക്കാൾ ശ്രേഷ്ഠത, തൂക്കം അതിനുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? അതായത് സുബഹി മുതൽ ളുഹാൻ്റെ സമയം വരെ ഇങ്ങനെ ജുവൈരിയ ബീവി ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞ എന്താ, ഞാൻ ആകെ ചൊല്ലിയത് 4 വാക്കാണ്, 3 തവണ ചൊല്ലി. നീ ഇത്ര നേരം ചൊല്ലിയതിനേക്കാളൊക്കെ തുലാസിൽ മീസാനിൽ ഭാരമുള്ള അത്ര മഹത്തരമായ ദിക്റാണത്. ഏതാണത്? അത് നമ്മുടെ സ്വഭാവുൽ ഖൈർ അവസാനിക്കുന്ന സമയത്ത് പതിവായി ചൊല്ലുന്ന ദിക്ർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചൊല്ലാറുണ്ട്, അല്ലേ? പല ആളുകളും ചോദിക്കാറുണ്ട്, ഈ ഇടക്കാലത്ത് സ്വഭാവുൽ ഖൈറിൽ വന്ന ആളുകളാണ്, പക്ഷെ അതെന്താണ് ഈ പതിവായി ഈ ദിക്ർ തന്നെ ചൊല്ലാൻ കാരണം? അതിൻ്റെ ഒരു മെയിൻ കാര്യം ഇതാണെന്നേ. കുറച്ച് നേരമാണ് ചിലപ്പോൾ നമുക്ക് ഈ സ്വഭാവുൽ ഖൈർ കഴിഞ്ഞിട്ട് നമ്മൾ തിരക്കുകളിലേക്കൊക്കെ പോകുമ്പോൾ ഈ 3 ദിക്ർ ചൊല്ലിയാൽ കോടാനുകൂടി ദിക്റുകൾ ചൊല്ലിയ പ്രതിഫലമാണ്. ഈ 4 ദിക്ർ
3 തവണ ചൊല്ലിയാൽ 4 ദിക്റല്ല, ഒറ്റ ദിക്റാണ്, 4 ഭാഗങ്ങളാണ് അതിനുള്ളത്. എങ്ങനെയാണത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. സുബ്ഹാനല്ലാഹ്. എന്താണ്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അല്ലാഹുവിനെ സ്തുതിക്കുകയാണ് അല്ലേ, അല്ലാഹുവിൻ്റെ മഹത്വത്തെ വാഴ്ത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. അദദ ഖൽഖിഹി, അവൻ്റെ സൃഷ്ടികളുടെ എണ്ണമനുസരിച്ച്. അവൻ്റെ സൃഷ്ടികളുടെ എണ്ണം എത്രയാണ്? നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? മനുഷ്യരുണ്ട്, മൃഗങ്ങളുണ്ട്, ചെറിയ ചെറിയ ജീവികളുണ്ട്, ജീവനില്ലാത്തതുണ്ട്, ജിന്നുകളുണ്ട്, മലക്കുകളുണ്ട്, എല്ലാം ഉണ്ട് അല്ലേ. അത്രയും അധികം ഞാൻ വാഴ്ത്തുകയാണ്. വരില്ലാ നഫ്സി, അവൻ്റെ തൃപ്തിയുടെ തോതനുസരിച്ച്. വസിനത അർശി, അവൻ്റെ അർശിൻ്റെ വണ്ണവും വലിപ്പത്തിനും അനുസരിച്ചൊരു സ്തുതി. വമിദാദ കലിമാത്തി, അവൻ്റെ കെലിമത്തുകൾ, അവൻ്റെ വാക്യങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്ന മഷിയുടെ അളവനുസരിച്ച്. അത്രമേൽ വലിയ തസ്ബീഹ് ഞാൻ ചൊല്ലുകയാണെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ ദിക്ർ ഒന്നുകൂടെ ചൊല്ലിക്കേ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അപ്പോൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് സമയം കൊണ്ട് നമ്മൾ ചിലപ്പോൾ അവരിങ്ങനെ കുത്തിയിരുന്ന് ദിക്റുകളൊന്നും കണ്ടുകൊള്ളുന്നില്ല. കുറച്ച് ദിക്റുകളുണ്ടാവുള്ളൂവെങ്കിലും ആ ദിക്ർ ജീവനുള്ള ദിക്റായിരിക്കും അല്ലേ, ജീവനുള്ള ദിക്ർ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ഐഷു 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 എന്നിങ്ങനെ ഐഷ എന്നുള്ള ഭാര്യനെ നോക്കി വിളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ യാക്കോൽ നബി രാന്തണ്ട. എന്നാൽ ആ നേരം കൊണ്ട് സ്നേഹത്തോടെ ഐഷു എന്നൊന്ന് വിളിച്ചാൽ മതി, ആ വിളിയിലെല്ലാം ഉണ്ട്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? വേറൊരു പേര് പറഞ്ഞാൽ വേറൊരു പേര് പറ ഏതെങ്കിലുമൊക്കെ. ഇപ്പോൾ നമ്മുടെ ചാനലിൽ സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യണ ഒരു ഫാത്തിമത്ത് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ കെട്ടിയാൻ വന്നിരുന്ന് ഫാത്തിമത്താടെ അടുത്തിരുന്നിട്ട് ഇങ്ങനെ പാത്തു 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 33 ഓ സെറ്റ്. ഞാൻ 33 ദിക്റിയല്ലേ. അപ്പം പാത്തു എന്താ വിചാരിക്കണത്? ഇയാൾക്ക് വല്ല പിരാന്തണ്ടാ? എൻ്റെ പേര് വിളിച്ചിട്ട് എന്തിട്ട് കിടന്ന് കാണിക്കണത്? എന്നാൽ ഒരു തവണ അറിഞ്ഞൊന്ന് പാത്തുവിനെ വിളിച്ച് നോക്കിയേ. ഇക്കാക്കട മോളെ പാത്തു, എന്ത് കാക്ക അല്ലേ? സംഗതിയോടെ സെറ്റായി. പാത്തുമ്മ വീണ് നിങ്ങൾ ഇല്ല അള്ളാഹിനെ കിട്ടും. സുബ്ഹാൻ 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 അൽഹംദുലില്ലാഹ്. ആർക്ക് വേണോ അത്? അപ്പോൾ സൂഫികളായ ആളുകൾ കുറച്ചേ ഉള്ളുവെങ്കിലും അത് നമ്മുടെ പാത്തു ഐഷു അല്ലേ, ആ വിളിയെ ആ ബോധ്യത്തിലുള്ള ദിക്റുകളാണ്. അപ്പോൾ ആ നിലക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ വല്ലാത്ത മഹത്വം അതിനുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിന് ഭാരമേറിയ പ്രതിഫലങ്ങളാണ് അല്ലേ. മണിക്കൂറുകളോളം നമ്മൾ ഇരുന്ന് ചൊല്ലുന്ന ദിക്റുകളേക്കാൾ ഭാരം ഇതിനുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ക്വാണ്ടിറ്റിയേക്കാൾ ക്വാളിറ്റി ഉണ്ടാകണം. ക്വാണ്ടിറ്റിയേക്കാൾ ക്വാളിറ്റി പ്രധാനമാണ്. എന്നാൽ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കൂടെ ഉണ്ടെങ്കിലോ അടിപൊളിയാണ് അല്ലേ. അപ്പോൾ ഇഖ്ലാസ് ഉള്ള ദിക്റുകൾ ചൊല്ലാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. പിന്നെ ഈ ദിക്റുകളൊക്കെ ചൊല്ലുമ്പോൾ എന്താ നമുക്ക് കിട്ടേണ്ടത്? അത് മഹദിയായ റാബിയ ഉമ്മ ഉണ്ടല്ലോ, റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ. റാബിയ ഉമ്മ ആഗ്രഹിച്ചതുപോലെ, പടച്ചോനെ ഞാൻ നിന്നെ ആരാധിക്കണത് സ്വർഗം കിട്ടാനാണെങ്കിൽ എനിക്ക് സ്വർഗം തരല്ലേ കേട്ടോ അല്ല. ഇങ്ങനെ ഞാൻ നിന്നെ ആരാധിക്കണത് സ്വർഗം കിട്ടാനാണെങ്കിൽ സ്വർഗം തരല്ലേ അല്ല. ഞാൻ നിന്നെ ആരാധിക്കുന്നത് നരകത്തെ പേടിച്ചിട്ടാണെങ്കിൽ ആ നരകത്തിലിട്ട് എന്നെ കരിച്ച് കളയണേ അല്ല. ഞാൻ നിന്നെ ആരാധിക്കുന്നത് നിന്നെ കിട്ടാനാണെങ്കിൽ നിന്നെ തരണേ പടച്ചാനെ, നിന്നെ തരണം, നീ എന്നിൽ നിന്ന് മുഖം തിരിക്കല്ലേ അല്ല. അപ്പോൾ ഈ ദിക്ർ ചൊല്ലുന്നതിൻ്റെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് പടച്ചോനെ കിട്ടുക, അവനെ തൃപ്തിപ്പെടുക എന്നുള്ളതാണ് ഇല്ലേ. വരില്ലാ നഫ്സി, അവൻ്റെ തൃപ്തിയോളം നിന്നെ ഞാൻ പുകഴ്ത്തുന്നു എന്നുള്ളതാണ്. അള്ളാഹിൻ്റെ തൃപ്തി നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. ആ റബ്ബിൻ്റെ തൃപ്തിക്കനുസൃതമായി നമ്മൾ നിൽക്കുകയാണെങ്കിൽ എന്ത് രസമായിരിക്കും. ഞാൻ ഇന്നലെ ഒരു ഉസ്താദിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ആ വിഷയം പറഞ്ഞിരുന്നു. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഞാൻ ആ വിഷയം കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അതായത് ഒരു ചെറിയ കുഞ്ഞ് മരിച്ചുപോയ ഒരു ബാപ്പയുടെ വിവരം ആരന്വേഷിക്കുന്നുണ്ട്? അള്ളാഹു റബ്ബുൽ ആലമീൻ അന്വേഷിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ബാപ്പ എന്താണ് ഈ കുഞ്ഞിൻ്റെ മയ്യത്ത് കാണുമ്പോൾ ആദ്യം പറയുന്നത് എന്ന് മലക്കുകളോട് ചോദിക്കാൻ. അപ്പോൾ വാപ്പ എന്താ പറഞ്ഞത്? ഹമിദക്ക. പടച്ചോൻ ആദ്യം കുഞ്ഞിൻ്റെ മയ്യത്ത് കണ്ടപ്പോൾ തന്നെ വാപ്പ പറഞ്ഞു അൽഹംദുലില്ലാ പടച്ചോനെ,
അതായത് എൻ്റെ റബ്ബ് തരുന്നതൊക്കെ തൃപ്തിപ്പെടാൻ കഴിയുന്നവനാണ് ഞാനെന്ന ബോധ്യം. ആ തൃപ്തിപ്പെടുന്ന മനസ്സോടുകൂടെ നിങ്ങൾ അല്ലാഹു റബ്ബുൽ ആലമീനിലേക്ക് തിരിഞ്ഞിട്ട് വരില്ലാ നഫ്സി, ആ തൃപ്തിപ്പെടുന്ന മഖാമിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചോദിച്ചാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നിങ്ങളുടെ എത്ര വലിയ ടെൻഷനും ആ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് മാറ്റിത്തരും. നല്ല ബോധ്യത്തിലൊന്ന് ഇരുന്ന് ചൊല്ലിക്ക് 24 മണിക്കൂർ വേണ്ട. നിങ്ങളുടെ ടെൻഷൻ എന്താ? കടമാണ്, കച്ചവടമാണ്, വീടില്ലാത്തതാണ്, മക്കളില്ലാത്തതാണ്, മക്കൾ നന്നാകാനാണ്, നിങ്ങളുടെ സങ്കടങ്ങൾ നീങ്ങാനാണ്. വാറ്റെവർ, എന്ത് തന്നെ സങ്കടമായാലും സുബ്ഹാനല്ലാഹ്, അല്ലാഹു റബ്ബുൽ ആലമീൻ ആ സങ്കടം മാറ്റിത്തരുമെന്ന് ഈ ദിക്കറിൻ്റെ മഹത്വങ്ങളിൽ കാണാം. അപ്പോൾ ഏതായാലും ഈ ദിക്കർ ചൊല്ലുക ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഹൈറും ബറക്കത്തും കിട്ടും, ഇല്ലേ? ഹൈറും ബറക്കത്തും കിട്ടും. രാവിലെ എണീറ്റ് നിങ്ങൾ ജോലി തിരക്കിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ്, അടുക്കളയിൽ കയറുന്നതിന് മുമ്പ് ഈ ദിക്കർ 3 തവണ ചൊല്ലിയിട്ട് അങ്ങ് തുടങ്ങിക്കോ. ചിലർ പറയാറുണ്ട്, ഉസ്താദെ ഞങ്ങൾ സ്വഭാവലേറ് കാണുന്നത് അടുക്കളയിൽ വെച്ചിട്ടാണ്. അൽഹംദുലില്ലാ, അടിപൊളി. അപ്പോൾ ആ ദിക്കറും ചൊല്ലി നിങ്ങൾ അടുക്കളയിലേക്ക് കയറുമ്പോൾ, അടുക്കളയാണ് വീട്ടിലേക്ക് ബറക്കത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏറ്റവും മഹിതമായ ഒരു കേന്ദ്രം എന്ന് പറയുന്നത്. അവിടെ നിന്ന് ബറക്കത്ത് ഭക്ഷണത്തിലും കുടുംബത്തിലും വീട്ടിലും ഒക്കെ ഇങ്ങനെ ബറക്കത്ത് നിറഞ്ഞു നിൽക്കും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. രണ്ടാമതൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാനസിക സമ്മർദ്ദങ്ങൾ, ടെൻഷനാണ്, സ്ട്രെസ്സാണ്. ഉസ്താദേ കല്യാണം കഴിഞ്ഞിട്ട് ടെൻഷനാണ്, അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനാണ്. എടാ, എന്ത് ഡിപ്രഷനാണെങ്കിലും അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന ഒരാൾക്ക് പോസ്റ്റ്മോർട്ടം ഉണ്ടാവില്ല, ഒരു ടെൻഷൻ ഉണ്ടാവില്ല, ഒരു ഡിപ്രഷൻ ഉണ്ടാവില്ല. നിങ്ങൾ കുറേ തലകുത്തി മറിഞ്ഞ് നിസ്കരിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, അള്ളാഹിനെ അറിഞ്ഞ് നിസ്കരിക്കണം. അള്ളാഹിനെ അറിഞ്ഞുകൊണ്ട് അവനെ തൃപ്തിപ്പെട്ടുകൊണ്ട് ഈ ദിക്ർ മനസ്സറിഞ്ഞൊരു 3 തവണ ചൊല്ലിയാൽ മതി. എത്ര വലിയ ടെൻഷനും എത്ര വലിയ ഡിപ്രഷനും അതിലൂടെ നീങ്ങും എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ആഖിറത്തിൽ തുലാസിൽ ഭാരം ഇല്ലേ? 3 തവണ ചൊല്ലിയാൽ തന്നെ കോടികളുടെ ദിക്ർ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിച്ചു നോക്കിയേ. ചിലപ്പോൾ ഡെയിലി കുത്തിയിരുന്ന് ഇങ്ങനെ ഐശു 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 എന്നുള്ള ദിക്ർ ചെല്ലുന്ന ഒരാളും ഐശു എന്നുള്ള നിങ്ങളുടെ ഒരൊറ്റ ദിക്കറും ഓരോ മീസാൻ്റെ തുലാസിൽ വെച്ചാൽ നിങ്ങളുടെ ആ ഒരൊറ്റ ഐശു വിളി ഉണ്ടല്ലോ, അതിനാണ് തൂക്കണ്ടാവുക. അപ്പോൾ ആഖിറത്തിലേക്ക് അത് ഏറ്റവും മനോഹരമായ അമലാണ്. മറ്റൊന്ന് ഏറ്റവും മനോഹരമായൊരു പ്രശംസയാണ്. അല്ലാഹു റബ്ബുൽ ആലമീനെ പുകഴ്ത്താൻ നമുക്ക് വാക്കുകൾ കിട്ടൂല, അല്ലേ? ബിദാദ കലിമാത്തിഹി എന്ന് പറഞ്ഞാൽ പടച്ചോൻ്റെ കലിമത്തുകൾ എഴുതാൻ ഈ ദുനിയാവിലെ മുഴുവൻ വെള്ളവും മഷിയാക്കിയാലും മുഴുവൻ മരവും പേനയാക്കിയാലും എഴുതി തീർക്കാൻ പറ്റൂല, അല്ലേ? അവൻ്റെ അർശിൻ്റെ ഭാരം നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റൂല. അവൻ്റെ സൃഷ്ടികളുടെ എണ്ണം ഒരിക്കലും നമുക്ക് പറയാൻ പോലും കഴിയില്ല. അപ്പം അങ്ങനത്തെ അത്ര വലിയ മക്കാമിൽ നിന്നിട്ട് പടച്ച റബ്ബിനെ നമ്മൾ സ്തുതിക്കുമ്പോൾ അള്ളാഹുവിനെ നമ്മൾ കണക്കില്ലാതെ സ്തുതിക്കണം. അത് അള്ളാഹുവിന് അത്രമേൽ ഇഷ്ടമാണ്. ല ഇൻ ശക്കർത്തും ല അസീദന്നക്കും, നിങ്ങൾ നന്ദി ചെയ്താൽ, നിങ്ങൾ അൽഹംദുലില്ലാ എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞാൽ ല അസീദന്നക്കും, നിങ്ങൾക്ക് അള്ളാഹു വർദ്ധിപ്പിച്ച് തരും. ഇപ്പോൾ ഈ വെള്ളിയാഴ്ച രാവൊക്കെ വരുമ്പോൾ നമ്മുടെ റിലീഫ് പദ്ധതി നിങ്ങൾ കാണുന്നില്ലേ? ഒരു പാവപ്പെട്ട ഉസ്താദിൻ്റെ കടവും വീട് നിർമ്മാണവും അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഈ പദ്ധതി തുടങ്ങിയത്. അപ്പോൾ അതിലേക്ക് കയ്യും കണക്കില്ലാതെ സഹായിക്കുന്ന ആളുകളുണ്ട്. അവരുടെ ലക്ഷ്യം എന്താണ്? അള്ളാഹ് തന്നതിൽ നിന്ന് അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കുക. അതാണ് നന്ദി എന്ന് പറയുന്നത്. അതാണ് അൽഹംദുലില്ലയുടെ ഒരു പ്രകാശനം. വെറുതെ അൽഹംദുലില്ല പറയാനില്ല. അൽഹംദുലില്ല റബ്ബേ, നീ തന്നതാണ്, ഇത് എൻ്റെതല്ല, ഞാൻ ഉണ്ടാക്കിയതല്ല, നീ എന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ്, അത് അവകാശികൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്, എൻ്റെ കാര്യത്തിന് എടുക്കുന്നുണ്ട്, അപ്പം നീ എനിക്ക് വർദ്ധിപ്പിച്ചു തരും എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ തവക്കുലിൻ്റെ മക്കാവിൽ നിന്നിട്ട് ഹദി എന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും ചേർത്ത് പിടിക്കണം ആ സഹോദരനെ, ആ ഉസ്താദിനെ. അള്ളാഹു നമുക്കൊക്കെ ഹൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ അശ്രദ്ധയിൽ നിന്നൊരു മോചനാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ദിക്കറിൻ്റെ. അതായത് കുറേ ദിക്കറുകളൊക്കെ നമ്മൾ ചൊല്ലാമെന്ന് വിചാരിക്കും, പിന്നെ നമ്മൾ മറന്നു പോകും, ശൈത്താൻ ഇടങ്ങേറാക്കും. എന്നാൽ ഈ രാവിലെ തന്നെ സ്വഭാവലേറിൽ പങ്കെടുത്തിട്ട് ഈ 3 ദിക്കർ ചൊല്ലുന്നതിലൂടെ ഇനി നിങ്ങൾ ദിവസം വേറെ അധികം ദിക്കറുകളൊന്നും ചൊല്ലിയില്ലെങ്കിലും ശൈത്താൻ നിങ്ങൾ ഇടങ്ങേറാക്കാൻ പറ്റില്ല. കാരണം എന്താ? അത്രയും ദിക്കറിൻ്റെ മഹത്വം നിങ്ങൾ രാവിലെ തന്നെ ഇഖ്ലാസോടെ നേടിയിട്ടുണ്ട്. പിന്നെ ശൈത്താൻ എന്ത് റോളുള്ളത് അവിടെ, ഇല്ലേ? അപ്പോൾ മറന്നു പോകുന്ന അവസ്ഥയിൽ നിന്നൊക്കെ നിങ്ങളെ സംരക്ഷിക്കാൻ ഈ ദിക്കറിന് പറ്റും. അങ്ങനെ നിങ്ങളുടെ ജീവിതം ദുനിയാവും ആഖിറവും ഒക്കെ അടിപൊളിയാക്കി തരുന്ന ഏറ്റവും മനോഹരമായ ദിക്കറാണ്. ഡെയിലി വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും ഏത് ദിവസം ആയിക്കോട്ടെ രാവിലെ തന്നെ ഒരു 3 തവണ ഈ ദിക്കർ ഏറ്റവും ചുരുങ്ങിയത് ചൊല്ലാതെ നമ്മുടെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, അല്ലേ? ഇന്ന് വെള്ളിയാഴ്ച രാവ് ചൊല്ലുമ്പോൾ വെള്ളിയാഴ്ചയുടെ പകലും ചൊല്ലുമ്പോൾ ഇരട്ടി മഹത്താണ്. ആ ബോധ്യത്തിൽ ഈ ദിക്കറിനെ മുറുകെ പിടിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ 3000 രൂപ സമ്മാനത്തിനുള്ള കഴിഞ്ഞ ദിവസത്തെ ചോദ്യം എന്തായിരുന്നു? നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇന്നലത്തെ ചോദ്യം? കൊല്ലത്തിലൊരു ദിവസം കുടുംബത്തിന് വിശാലത ചെയ്താൽ അള്ളാഹു റബ്ബുൽ ആലമീൻ ഒരു കൊല്ലം നിങ്ങൾക്ക് ദാരിദ്ര്യം തരൂല്ല എന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഏതാ ദിവസം? ചില ആളുകളത് ബറാത്ത് രാവ് എന്നൊക്കെ പറഞ്ഞു, തെറ്റാട്ടോ. ആ രാവ്, ആ ദിവസം ഏതാണ്? അത് ആശൂറയുടെ ദിവസമാണ്. മൻ വസ്സഅ അലാ ഇയാലിഹി ഫീഹി വസ്സഅ അല്ലാഹു ലഹു സായിറ സന.
ഒരു ദിവസം ആശൂറ ദിവസം മുഹറം 10 അന്ന് കുടുംബത്തിന് വിശാലത ചെയ്താൽ, ഭക്ഷണമാകട്ടെ വസ്ത്രമാകട്ടെ എന്തെങ്കിലും കൊണ്ട് വിശാലത ചെയ്താൽ ഒരു കൊല്ലം പിന്നെ ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് തന്നെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. ഓക്കെ, അപ്പോൾ അത് പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ 1000 രൂപ സമ്മാനം, ഈ ആഴ്ച 1000 രൂപ കേട്ടോ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു ഫിർഔനിൽ നിന്ന് രക്ഷിച്ച സംഭവമൊക്കെ നമുക്കറിയാം അല്ലേ? ഏത് ദിവസമാണത്? കമൻറ്റ് ചെയ്യൂലേ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ ഈ ആഴ്ച 3000 രൂപ ആർക്ക് കിട്ടിയെന്ന് നമുക്ക് നോക്കണ്ടേ? നമ്മുടെ അഡ്മിൻസ് കുട്ടികളൊന്ന് വേഗം നോക്കിക്കേ ബേട്ടെ. മാഷാ അല്ലാഹ്, ഉമർ അലി ഷിഹാബ് എന്ന് പറയുന്ന ഒരു ഐഡിയിൽ നിന്നുള്ള കമൻറ്റാണ്. തങ്ങളാണോ എന്നൊന്നും അറിയാൻ പാടില്ല കേട്ടോ. ഷിഹാബ് എന്നുള്ളത് നമ്മളിപ്പോൾ പാണക്കാട് തങ്ങന്മാരുടെ ഷിഹാബ് എന്നുള്ളത് ഒരു കബീല, ഒരു തങ്ങന്മാരുടെ ഒരു ഗോത്രത്തിൻ്റെ പേരാണത്, കബീല. അതാണ് ഷിഹാബ് എന്ന് പറയുന്നത്. ഒരുപാട് തങ്ങന്മാരുടെ ഗോത്രങ്ങളുണ്ട്. ഐദ്രൂസി ഉണ്ട്, ബുഖാരി ഉണ്ട്, ഒരുപാട് ഇല്ലേ? അപ്പോൾ അതിൽപ്പെട്ടൊരു കബീലയാണ് ഷിഹാബ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇത് ചിലപ്പോൾ പാണക്കാട് തങ്ങന്മാരുടെ ഉമർ അലി ശിഹാബ് തങ്ങളുടെ ഓർമ്മ കിട്ടതാണോ, ഇനി തങ്ങൾ കുടുംബാണോ എന്നൊന്നും അറിയില്ല. ഏതായാലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. കൺഗ്രാജുലേഷൻ. അള്ളാഹു എല്ലാവിധ ഹൈറും ബർക്കത്തും നൽകട്ടെ. അപ്പോൾ നമ്മുടെ റിലീഫ് പദ്ധതിയിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. നമ്മുടെ 2ാമത്തെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക നിങ്ങളുടെ ഗൂഗിൾ പേ ഐഡിയും നിങ്ങൾ കമൻറ്റ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടും. ഏതായാലും അള്ളാഹു ഹൈറും ബർക്കത്തും നൽകട്ടെ. വിഷമിക്കണ്ട, അടുത്ത ആഴ്ച ബാക്കിയുള്ളവർക്ക് കിട്ടാലോ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ അലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർറഹീമായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. നീ ഖായിബാക്കല്ലേ അല്ലാ. നീ തഴഞ്ഞാൽ പോകാൻ ഞങ്ങൾക്കൊരിടമില്ല അല്ലാ. ഈ സദസ്സിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. നിൻ്റെ മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാ. തെറ്റുകൾ ഒരുപാട് ചെയ്തു പോയി, നീ പുറത്തു തരണേ അല്ലാ. ഒരുപാട് അസുഖബാധിതരുണ്ട്, ശിഫ നൽകണേ അല്ലാ. മാരക രോഗങ്ങൾ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. നീയല്ലാതൊരു അത്താണിയില്ല അല്ലാ. പടച്ചോനെ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. കമൻറ്റ് ബോക്സ് നിറയെ ദുആ വസിയ്യത്തുകളാണ്. നീ പുറത്തു തരണേ തമ്പുരാനെ. റഹമുർറാഹിമായ റബ്ബെ, അവരുടെ എല്ലാവരുടെയും മുറാദുകൾ ഹാസുലാക്കണേ അല്ലാ. അവരുടെ വിഷമതകൾ നീക്കണേ അല്ലാ. വേദനകൾ അകറ്റണേ അല്ലാ. ഹോസ്പിറ്റലിലാണ് പലരും അസുഖബാധിതരാണ്. പരിപൂർണ്ണ ശിഫ നൽകണേ അല്ലാ. കടങ്ങൾ ഏറ്റെടുക്കണേ അല്ലാ. ബാപ്പയും ഉമ്മയും മരിച്ചുപോയവരുണ്ട്, പുറത്തു കൊടുക്കണേ അല്ലാ. ഇണകളും സന്താനങ്ങളും വിട പറഞ്ഞവരുണ്ട്, ഖബർ വെളിച്ചമാക്കണേ അല്ലാ. കരുണക്കടലായ തമ്പുരാനെ, നിന്നെ മഹബത്ത് വെക്കാൻ, നിന്നെ തിരിച്ചറിയാൻ, നിന്നെ തൃപ്തിപ്പെടാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. യാ റബ്ബന, വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ കൊടുക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് സന്താനങ്ങളെ നൽകണേ അല്ലാ. ഗർഭിണികളുണ്ട്, പ്രയാസങ്ങൾ അകറ്റി സുഖപ്രസവം നൽകണേ അല്ലാ. യാ റബ്ബന, അങ്ങ് പ്രവാസ ലോകം മുതൽ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, ഹൈറ് നൽകണേ അല്ലാ. ഞങ്ങളെപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല, പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. ഈ മനസ്സലാമത്താക്കണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.